എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒരു മെഹന്തി ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്കൊരു മെഹന്തി വർക്കുണ്ട്, ഒരു ബ്രൈഡിൻ്റെ വർക്കാണ്. അപ്പോൾ ആ വർക്കിനായിട്ട് ഇന്ന് ഞാൻ പോവുകയാണ്. അപ്പം ഇന്ന് ലിച്ചുകുട്ടിയും പഴുക്കുട്ടിനെ ഞാൻ കൊണ്ടുപോകുന്നില്ല, അവരിവിടെ തന്നെ കാണും. അവരുടെ അച്ചാമ്മ അവരെ നോക്കും. അപ്പോൾ ഇന്ന് ഞാൻ പോയിട്ട് വരുമ്പോൾ ലിച്ചുകുട്ടി ഞാൻ രാത്രിയാവും പോയിട്ട് വരുമ്പോഴത്തേക്കും. അപ്പം മക്കൾ അമ്മ ചോറും കറി എല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാം കഴിച്ച് ഇങ്ങോട്ട് നോക്ക്, എല്ലാം കഴിച്ച് നല്ല സുന്ദരിയായിട്ട് നിൽക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഒരാളെ കൂടി എനിക്ക് പരിചയപ്പെടുത്താറുണ്ട്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു വ്യക്തിയെന്ന് ഉദ്ദേശിച്ചത് ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്ക് ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തിങ്ങാണ്. അപ്പം എന്താണ് ആ വസ്തു എന്ന് ഇപ്പം നിങ്ങൾക്ക് വസ്തുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം അവിടേക്ക് നമുക്കൊന്ന് പോകാം. ഞാൻ ഇത്രയും നേരം സംസാരിച്ചിരുന്നത് ഈ വ്യക്തിയെ പറ്റിയാണ്. ഇവൻ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയണമെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു എനിക്ക്. ഞാൻ ഒറ്റയ്ക്കായിരുന്ന സമയത്തും എല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്ന ഒരു ആളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വണ്ടിയെ എനിക്ക് എല്ലാ കാര്യത്തിലും ഹെൽപ്ഫുള്ളായിരുന്നു. ലൈഫിൽ എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഇത് എനിക്ക് തന്നത് എൻ്റെ അച്ഛനാണ്. എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര എനിക്ക് പ്രിയപ്പെട്ടതും എൻ്റെ ജീവൻ്റെ ഒരു ഭാഗം. എനിക്ക് അത്ര എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് തിങ്ങാണ് ഗായ്സ്. അതുകൊണ്ട് തന്നെ ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവനെ ഈ വ്ളോഗിൽ കാണിക്കും. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ മെഹന്തി ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോയിട്ട് ഞാൻ രാത്രിയാവും വരാനായിട്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ ആയിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ സ്കൂട്ടറിലിപ്പോൾ പോവും, അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നീട് വരും. അപ്പോൾ നമുക്കാദ്യം മെഹന്തി വാങ്ങിക്കാനായിട്ട് പോകുന്നു. റംസിയാണ് ഈ മെഹന്തി പ്രിപ്പയർ ചെയ്യുന്നത്. റംസിയ അവൾ എനിക്ക് മെഹന്തിയൊക്കെ പ്രിപ്പയർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയി മെഹന്തിയെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പോൾ ഇതെല്ലാം നമുക്ക് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് മെഹന്തിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് അവിടുത്തെ വിശേഷങ്ങളും എല്ലാം നമുക്ക് പോയി കണ്ട് അതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അവിടുത്തെ വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം. ഗായ്സ്, ഞാനിവിടെ മെഡിക്കൽ കോളേജിലാണുള്ള. അപ്പോൾ ഞാനിപ്പോൾ മെഹന്തി വാങ്ങിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പാടാം. അതുകൊണ്ടാണ് വണ്ടി നിർത്തിയിട്ട് ഒരു വ്ളോഗ് എടുക്കാമെന്ന് കരുതിയത്. പിന്നെ ഗായ്സ്, ഇന്നലെ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും അമ്മയുടെ പരിപാടികളൊക്കെയാണ്. അമ്മ അവിടെ വീട്ടിൽ നിന്ന് കുറേ ചെടിയുടെ തൈയൊക്കെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വേറൊരു വീട്ടിലേക്ക് മാറി. അപ്പോൾ ഇവിടെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അമ്മ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇപ്പോൾ വെച്ച് നട്ടുപിടിപ്പിച്ചേ ഉള്ളൂ. നമുക്ക് ഇനി ഇതൊക്കെ വളർത്തിയെടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ചെടികളുണ്ട്. എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയണ്ട. ഇതിൻ്റെ പേര് എനിക്കറിയാം. ഇതാണ് അഡീനിയം. അങ്ങനെതാ ഇതിൻ്റെ പേരും ഓരോന്നായിട്ട് പഠിച്ചു തരുന്നുണ്ട്. മണി പ്ലാന്റ്, പിന്നെ ഇത് ജാസ്മിൻ, ജമന്തി, അങ്ങനെ എന്തോ ആണിത്. പുറത്തുനിന്ന് നമ്മൾ ഒരു കരിക്കകത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ് അവിടെ. എന്നാലും കൊള്ളാം, നല്ല തൈയായിരുന്നു. അങ്ങനെതാ പിന്നെ ഒരു റോസ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് വെള്ളം ഒഴിക്കാൻ പറ്റാതെ അത് കരിഞ്ഞു പോയി. നല്ല ഇഷ്ടം പോലെ പൂക്കൾ വരുന്നതായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് പുതിയത് എല്ലാം ശരിയാക്കാം. പിന്നെ ഇത് ഒരു സൈഡിൽ വയ്ക്കുന്നൊരു പ്ലാന്റാണ്. ഹായ്, അപ്പോൾ ഇന്നലെ പോയിട്ട് വന്ന ശേഷം എനിക്ക് പുതിയ വ്ളോഗൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എന്ത് തന്നെയായാലും എല്ലാവർക്കും ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് തരിക. എന്ത് തന്നെയായാലും ഇനി മറ്റൊരു പുതിയ വ്ളോഗുമായി ഞാൻ തിരിച്ചു വന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.